സംഗതിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ എനിക്ക് തന്നിട്ടുള്ള വിഷയം, എഴുതി തന്നിട്ടുള്ളത് പരിസ്ഥിതി സംരക്ഷണവും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നുള്ള ഒരു ടൈറ്റിലാണ്. അത് ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫെക്ഷനിൽ ഓർഡർലി അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സമയം കുറവാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സുഹൃത്തുക്കൾ, സഹോദരന്മാരെ എനിക്ക് എല്ലാവരും അറിയാവുന്നതാണ്. ഏറെക്കുറെ കുറച്ച് ആളുകൾ മാത്രമേ പരിചിതമല്ലാത്ത മുഖങ്ങളുള്ളൂ. ഈ വിഷയം അവരോടിപ്പോൾ എനിക്ക് പറയണം എന്നെനിക്ക് ഒരാവശ്യം തോന്നുന്നില്ല. കാരണം അതിൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ് ശരിക്കും ആ ടൈറ്റിൽ പറയേണ്ടത്. അപ്പോൾ അത് ഞാൻ തൽക്കാലം അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുള്ള വിശ്വാസത്തിൽ. മറ്റൊന്ന്, എനിക്ക് തന്നിട്ടുള്ള ഈ ടോപ്പിക്ക് ഞാനെൻ്റെ സംസാരമധ്യേ ഈ വിഷയാവതരണ വേളയിൽ സന്ദർഭത്തിനനുസരിച്ച് ഞാനത് അവതരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഒന്നൊന്നായിട്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ചുരുങ്ങിയത് ഒരു 35-40 വർഷമെങ്കിലുമായിട്ടുണ്ട്, ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി മലിനീകരണം, ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം. അത് എത്രത്തോളം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രാധാന്യവും ആ ചർച്ചയുടെ ഗൗരവം സൂചിപ്പിക്കുന്നത് രാഷ്ട്ര നേതാക്കന്മാർ, അതായത് രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടുന്ന നിരവധി സമ്മിറ്റുകൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. 1900 മുതലാണ്, 1990 മുതൽ ആണ് ഈ രീതിയിൽ ഇത്രയും രാഷ്ട്ര തലവന്മാർ തന്നെ നിലവാരത്തിലുള്ള ഈ ടോപ്പിക്കിൽ പരിപാടികൾ നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെയുള്ള ഗ്രീൻ പീസ് പോലെയുള്ള പരിസ്ഥിതി സംരക്ഷണ സംഘടനകളുണ്ട് നിരവധിയായ. അവരൊക്കെ നേതൃത്വത്തിൽ ഇതുപോലെ നിരന്തരം ഈ രീതിയിലുള്ള സിമ്പോസിയങ്ങളും സെമിനാറുകളും നടക്കണം. നാടിൻ്റെ മുക്കുമൂലകളിൽ വരെ ലോകത്തിൽ. അതാണ് പ്രത്യേകത. ഈ വിഷയം എത്രമാത്രം കത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവരുടെയും സജീവമായ വിഷയമാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനമായി ഞാൻ സ്വീകരിക്കുന്നത് IPCC എന്ന് പറഞ്ഞിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ, ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ, UN നേതൃത്വത്തിൽ ഒരു പരിസ്ഥിതി പഠന ഗവേഷണ റിപ്പോർട്ടിംഗ് വേദിയുണ്ട്. ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ആണ് അതിൻ്റെ ഫുൾ ഫോം. അത് 1988 അങ്ങനെ ഒരു വേദി ഉണ്ടാകുന്നത്. വേൾഡ് മെറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു അന്താരാഷ്ട്ര ഇതുപോലെ തന്നെ മെറ്റീരിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ അന്താരാഷ്ട്ര ഒരു വേദിയാണ് അതിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ അതും ഐക്യരാഷ്ട്രസഭയുടെ സംയുക്തമായിട്ടാണ് ജനീവ ആസ്ഥാനമായിട്ട് ഈ IPCC രൂപീകരിച്ചിരിക്കുന്നത്. അത് 165 രാജ്യങ്ങളിൽ നിന്നും 2000-ഓളം ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്ത ഒരു വലിയ, അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു ആ കോൺഫറൻസ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഏകദേശം കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. പോളിസി മേക്കേഴ്സ്, അതുപോലെ പിന്നെ ഈ പരിസ്ഥിതി എൻവയോൺമെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, പിന്നെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇത് മനസ്സിലാക്കിയപ്പോൾ
ഇതിൻ്റെ ഗൗരവം എത്രമാത്രമാണ് ഇപ്പോൾ ഈ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് എത്രമാത്രമെന്ന് മനസ്സിലായപ്പോഴാണ് അങ്ങനെ ഒരു വേദിക്ക് തന്നെ ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു വേദി, ആ വിഷയത്തിൽ ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സ്കോളറായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വേദി, 2000 ആളുകൾ, അത് 2000 ആളുകളുടെ ഈ വേദിയിൽ രൂപീകരിക്കുകയും അതിനകത്ത് 165 രാജ്യങ്ങൾ അംഗങ്ങളാവുകയും അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ അവർ സന്നദ്ധരായി. ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ടാണെന്നിപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി സൂക്ഷ്മമായിട്ട് ജിജ്ഞാസയോടെ ഓരോ പ്രാവശ്യവും ലോകം കാതോർക്കുന്നത്. 1988 രൂപീകരിച്ച ഈ വേദി, ഈ IPCC 1990 2 വർഷങ്ങൾക്കുള്ളിൽ ഇവരുടെ ആദ്യത്തെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം കൊണ്ട് അവർ 14,000 ഈ പരിസ്ഥിതി പഠനവുമായി എൻവയോൺമെൻ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഉള്ള ശാസ്ത്രീയ ലേഖനങ്ങളും റെക്കോർഡുകളും റിസർച്ച് പേപ്പറുകളൊക്കെ കളക്ട് ചെയ്തിട്ട് 14,000 പേപ്പറിൽ അവരുടെ റിപ്പോർട്ട് 4 വോളിയം വരുന്ന 4,000 പേജുള്ള ഒരു വലിയ റിപ്പോർട്ടായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ IPCCനെ ജസ്റ്റ് ഞാനൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇതിനകത്ത് 4 വേദികളുണ്ട്. ഈ IPCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർകോണ്ടിനെന്റൽ ക്ലൈമാറ്റിക് ചേഞ്ച് പാനൽ ഫോർ ക്ലൈമാറ്റിക് ചേഞ്ചിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ 3 പ്രധാന ശാസ്ത്രശാഖകളുണ്ട്. ആ ശാസ്ത്രശാഖയിൽ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള 3 ഗ്രൂപ്പുകൾ ഇതിൽ നിന്നിട്ട് സെലക്ട് ചെയ്യുകയും അവരെ ഈ റിപ്പോർട്ട് അസസ്മെൻറ്റിന് വേണ്ടി ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉത്തരവാദപ്പെടുത്തുകയും നാലാമതൊരു എക്സ്പെർട്ടുകളുള്ള ഇതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും സ്കോളറുമായിട്ടുള്ള ഫീൽഡിലുള്ള ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ ഒരു വേദി നാലാമതായി രൂപീകരിക്കുകയും ചെയ്തു. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൻ്റെ അസസ്മെൻറ്റ് പഠിച്ചിട്ട് കാലാവസ്ഥ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാലാവസ്ഥ ഇഷ്യൂസ് എല്ലാം പഠിച്ച് അവർ റിസർച്ച് നടത്തി കണ്ടുപിടിക്കാമല്ലോ. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് കളക്ട്, കാരണം ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ശാസ്ത്രവേദികൾ, നിരവധി സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിനെക്കുറിച്ച് ഗൗരവമായ പഠനം നടത്തുന്നുണ്ട്. അവരുടെ പഠനത്തിൻ്റെ റിസൾട്ട് കളക്ട് ചെയ്തിട്ട് അത് ഇവർ സ്റ്റഡി ചെയ്ത് അതിനെ അസസ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ആ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ 4ാമത്തെ ചെയ്യുന്നത്. അവരാണ് ഈ രാഷ്ട്ര തലവന്മാർക്കും ഗവൺമെൻറ് ഏജൻസികൾക്കും ഇമ്മീഡിയറ്റായിട്ട് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ലോകതലത്തിൽ കൈകാര്യം ചെയ്യാൻ, പരിഹാരം കാണാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണിത്. അപ്പോൾ ഇത് ഇത്രയും ആധികാരികമായിട്ട് ഇത്രയും കുറ്റമറ്റ രീതിയിൽ ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തി അത് സംബന്ധിച്ച് ലേറ്റസ്റ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അവസാന വാക്കാണത് ഈ IPCC റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ 1990 ഫസ്റ്റ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വന്നപ്പോഴാണ് ലോകം ഞെട്ടി ഉണരുന്നത്. ഇതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് ഈ ഭൂമിയും അതിലെ മുഴുവൻ ജീവജാലങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മെല്ലെയാണെങ്കിലും ഇറ്റ് ഈസ് സ്ലോ ആൻഡ് സ്റ്റഡി, ഇറ്റ് ഈസ് മൂവിങ്. ഒരു ഹാർബിഞ്ചർ ആയിരുന്നു എന്നാണ്, അതായത് ആൻ അപ്രോച്ചിങ് ഡേഞ്ചർ അല്ലെങ്കിൽ ഡിസാസ്റ്ററിൻ്റെ വാണിംഗ് ആയിട്ടാണ് ഈ 1ാം റിപ്പോർട്ട് വരുന്നത്. കാരണം ഇത് നിഷേധിക്കുക, അവരുടെ നിഗമനങ്ങൾ, കണ്ടെത്തലുകൾ 99.9% ശരിയാണെന്നുള്ളതാണ്. 99.9% ആ രീതിയിലാണ് അവർ അതിന് മാത്രം കഴിവും പ്രാഗൽഭ്യവും ഉള്ള ഒരു ഗ്രൂപ്പാണ് അവർ. ഫാക്റ്റ്, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ആ സമയത്ത് അവർക്ക് ലഭ്യമായ എന്തെല്ലാം നോളജുണ്ട് ഈ ഫീൽഡിൽ ഇതെല്ലാം പഠിച്ചിട്ട് അവതരിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും വിശ്വാസ്യതയുണ്ട്, അത് യാഥാർത്ഥ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ട്, 1ാം ഈ അസസ്മെൻറ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്
പിന്നെ വേണ്ടപ്പെട്ട നമ്മളെ ഇവിടെ ഇപ്പോൾ ഭരണതലത്തിലുള്ള അവരാണ് ഇത് നടപ്പാക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ തന്നെ പ്രസംഗിച്ചാലും ശരിക്കും പറഞ്ഞാൽ ഇത് ആരാ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്? അവർക്ക് ഈ അഡ്വൈസ് കൊടുക്കുകയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മൂന്നാമത്തെ റിപ്പോർട്ട് വന്നു, 1, 2, 3 റിപ്പോർട്ട് വന്നു. ഓരോ റിപ്പോർട്ടിലും വരുന്നത് ഇതാണ്. അതായത് ഈ മാൻമെയ്ഡായിട്ടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം അന്തരീക്ഷത്തിൽ ഈ ലോക കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അത് എത്രമാത്രമാണെന്നുള്ളതിൻ്റെ പിന്നെ സ്റ്റഡി ചെയ്തിട്ടുള്ള കണ്ടെത്തലുകളാണ് ഓരോ റിപ്പോർട്ടിലും അവർ വരുന്നത്, അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നിരന്തരമായിട്ട് ഇങ്ങനെ ടെമ്പറേച്ചർ, ഗ്ലോബൽ വാർമിംഗ്, പൊല്യൂഷനെ തുടർന്ന് പൊല്യൂഷൻ വർദ്ധിക്കുകയും ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആഗോള താപനം കൊണ്ടുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയിൽ വൻപിച്ച വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതായത് ഓരോ 0.1 ഡിഗ്രി സെൽഷ്യസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ, അതായത് ഈ പ്രശ്നം തുടങ്ങുന്നത് 18ാം നൂറ്റാണ്ട് മുതലാണ്. 18ാം നൂറ്റാണ്ടിൽ പിന്നെ 18th സെഞ്ച്വറി, അന്ന് 18ാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ലോകത്തിൽ ഇങ്ങനൊരു വിഷയം വലിയൊരു മേജർ ഇഷ്യൂ ആയിട്ട് അത് വന്നിട്ടില്ല. അതിങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കാലാവസ്ഥയിലോ അതല്ലെങ്കിൽ അന്തരീക്ഷത്തിലോ ബാക്കി ഇതര ജീവജാലങ്ങളുടെ പ്രകൃതത്തിലോ ഒന്നും തന്നെ പ്രകടമായിരുന്നില്ല. പക്ഷെ 1800 ശേഷം 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ വ്യാവസായിക വിപ്ലവം, യൂറോപ്പിലുണ്ടായ വ്യവസായ വിപ്ലവം, ആ വ്യാവസായിക വിപ്ലവമാണ് നമുക്കറിയാം എല്ലാ പുരോഗതിയുടെയും മനുഷ്യൻ്റെ ഇപ്പോൾ ഈ മോഡേൺ സിവിലൈസേഷൻ, വെസ്റ്റേൺ കൾച്ചറിൻ്റെ നാന്ദി കുറിച്ച, പുതിയ ഒരു ജീവിത സംസ്കാരത്തിന് നാന്ദി കുറിച്ച, നമ്മൾ പറയുന്ന ഈ ഉപഭോക്തൃ സംസ്കാരത്തിന്, പിന്നെ കൺസ്യൂമർ കൾച്ചറിന് നാന്ദി കുറിച്ച ഒരു വലിയ സംഭവമായിരുന്നു 18ാം നൂറ്റാണ്ടിലെ ഈ വ്യാവസായിക വിപ്ലവം. ആ വിപ്ലവത്തെ തുടർന്ന് അന്തരീക്ഷം മലിനീകൃതമാകാൻ തുടങ്ങി. കാരണം അതിൻ്റെ പ്രത്യേകത അറിയാമല്ല, ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന വ്യവസായ വിപ്ലവം എന്നാണ്. നിരവധി വ്യവസായശാലകൾ, ഫാക്ടറികൾ അന്ന് വരെ ഇല്ലാതിരുന്ന, അതിന് അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ നിരവധി വാഹനങ്ങൾ, ഓട്ടോമൊബൈൽ, അതുപോലെ ഷിപ്പ്, മർച്ചൻ്റ് ഷിപ്പ്, സിവിൽ ഏവിയേഷൻ, ഇതെല്ലാം ഇങ്ങനെ ഗ്രാജ്വലായിട്ട് വളരാൻ തുടങ്ങി. സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാവുന്ന പിന്നെ പൊല്യൂഷൻ, മലിനീകരണത്തെ തുടർന്നാവുന്ന ആഗോളതാപനവും അതുപോലെ കാലാവസ്ഥയ്ക്ക് സംഭവിക്കുന്നതൊന്നും ആരും അത്ര വലുതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇത് 18ാം നൂറ്റാണ്ട് മുതൽ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇങ്ങനെ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് അന്തരീക്ഷത്തിൽ താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ, ഊഷ്മാവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അന്തരീക്ഷ വായുവിൻ്റെ ഊഷ്മാവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഊഷ്മാവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ലോലമായിട്ടുള്ള, അതേസമയം തന്നെ അതിസങ്കീർണമായിട്ടൊരു സംവിധാനമാണ്. ഈ ഓരോ പ്രാവശ്യവും ഈ ടെമ്പറേച്ചർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. പക്ഷെ ആ മാറ്റം നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. പതുക്കെയാണെങ്കിലും അത് തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പെർമനൻ്റ് ചേഞ്ച് എന്ന് പറയും. പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റം അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ 18ാം നൂറ്റാണ്ട് മുതൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 18ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ വരെ ടെമ്പറേച്ചർ ലേറ്റസ്റ്റ് റീഡിംഗ് അനുസരിച്ച് കൂടിയിട്ടുള്ളത് 1.3 ഡിഗ്രി സെൽഷ്യസാണ് ഈ നാളുകൊണ്ടുണ്ടായിരിക്കുന്നത്. അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന താപവർദ്ധനവ് 1.3 ഡിഗ്രി സെൽഷ്യസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സാധാരണക്കാരൻ ആലോചിച്ച് കഴിഞ്ഞാൽ 1.3 ഡിഗ്രി സെൽഷ്യസ് ഇത്രയും വലിയ ഈ വിശാലമായ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ഇത്ര വലിയ സംഭവിക്കാമെന്ന് പറയും. ഭയങ്കര വലിയ സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അതായത് ഓരോ 0.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റായിട്ട് ഈ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്രുവങ്ങളിലെ മഞ്ഞുരുകാൻ തുടങ്ങും. തണുത്തുറഞ്ഞു കിടക്കുന്ന മഞ്ഞ് ധ്രുവങ്ങളിലുണ്ട്, പർവ്വതങ്ങളിലെ ഗ്ലേസിയേഴ്സിലുണ്ട്. ഇതെല്ലാം ഉരുകി നേരെ വന്നിട്ട്
പിന്നെ സമുദ്രങ്ങളിൽ വന്ന് ചേരുകയാണ്. ഈ സമുദ്രങ്ങളിൽ ഇത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് ആ സീ ലെവൽ ഇങ്ങനെ റൈസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം. അതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞതാണ് എന്ത്, സീ ലെവൽ റൈസ്, സമുദ്രജലം ഉയരാനുള്ള ആ പിന്നെ സംഭവം, അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഉയരുകയും ജലത്തിൻ്റെ ലെവല് അതിങ്ങനെ വർദ്ധിക്കുന്നു, അത് മഞ്ഞുരുകിയിട്ട്. പിന്നെ വേറൊരു വർധനം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം വർദ്ധിക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടാവുന്നത്? അത് ഈ സർഫസ് ടെമ്പറേച്ചർ, സമുദ്രം വളരെ വിശാലമാണല്ലോ, നമുക്കറിയാം. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്, വിശാലമായ വാട്ടർ ബോഡിയാണ്. പഞ്ചമഹാസമുദ്രങ്ങൾ, അതുകൂടാതെ അതിൻ്റെ ഉൾക്കടലുകൾ നിരവധി, ബംഗാൾ, പിന്നെ ഈ അറബിക്കടലൊക്കെ പോലെയുള്ള നിരവധി കടലുകളൊക്കെ ഉണ്ട്, ബാൾട്ടിക് സീ. അപ്പോൾ അത് വേറെ എന്തായാലും. അപ്പോൾ ഈ ഇവിടെയുള്ള മുഴുവൻ ജലവും അതനുസരിച്ച് ഈ ടെമ്പറേച്ചർ വർധനമനുസരിച്ച് അതിങ്ങനെ പൊങ്ങി വരും. അങ്ങനെ 2 രീതിയിലാണ് ഇത് ഒരു പ്രാവശ്യം ഈ പ്രോസസ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഹീറ്റാവുന്നു, അറ്റ്മോസ്ഫിയർ ഹീറ്റാവുന്നു. ആ ഹീറ്റ് നേരെ അതുമായിട്ട് അന്തരീക്ഷവുമായിട്ട് നേർക്കേറെ കോണ്ടാക്റ്റുള്ള മഞ്ഞിൽ തട്ടുകയും ആ മഞ്ഞ് മെല്ലെ ഉരുകുകയും ആ ഉരുകൊലിക്കുന്ന ജലമത്രയും സമുദ്രത്തിൽ വന്നു ചേരുകയും, മറ്റൊന്ന് സമുദ്രം ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതനുസരിച്ചുള്ള വർധനവ് അതുണ്ടാവുന്നു. ഈ രീതിയിലാണ് ഈ വെള്ളത്തിൻ്റെ വർധനവ് സംഭവിക്കുന്നത്. അതെപ്പോൾ മുതൽ തുടങ്ങി? അത് 18-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ ശ്രദ്ധയിലല്ല, ആ സമയത്തുണ്ടായിരുന്ന അത്ര വലിയ കാരണം ശ്രദ്ധയിൽപ്പെടാതെ പോയത്. സംഭവം അത് നടക്കുന്നുണ്ട്. അത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ ഇത് വലിയൊരു സംഭവമായിട്ട് ആർക്കും ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കൂടി വരുമ്പോഴും ഈ അന്തരീക്ഷത്തെ ഈ രീതിയിൽ മലിനമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡാണ്. വാഹനങ്ങളിൽ നിന്ന്, അതുപോലെ കമ്പനി ഫാക്ടറികളിൽ നിന്നെല്ലാം പിന്നെ പുറന്തള്ളുന്ന എക്സോസ്റ്റ് ഗ്യാസ്, വിഷവാതകം. ഈ വിഷവാതകം, ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അനുപാതം കൂടുന്നത് കൊണ്ടാണ് ഈ താപനം തുടങ്ങുന്നത്. 1-ാം പ്രതി എന്ന് പറയാം. ആരാണ് 1-ാം പ്രതി? ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ഈ അന്തരീക്ഷ മലിനീകരണത്തിനും അതുപോലെ ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊക്കെ പിന്നെ കാരണമായിട്ടുള്ള ഇത് ഈ CO2 ആണ്, കാർബൺ ഡയോക്സൈഡ്. യഥാർത്ഥത്തിൽ കാർബൺ ഡയോക്സൈഡ് പറഞ്ഞാൽ അപകടകാരിയേ അല്ല, ഇത് മനസ്സിലാക്കാൻ നമ്മൾ. കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു ആവരണം ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകൃതി തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിലാണ് ഈ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതൊരു പുതപ്പാണ്. പുതപ്പെന്തിനാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, അത് നമ്മുടെ ടെമ്പറേച്ചർ സ്റ്റഡി ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ്, തണുപ്പിനെ പ്രതിരോധിക്കാൻ. അതാണ് പുതപ്പ്. അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു കമ്പിളി പുതപ്പ് ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ഈ കമ്പിളി പുതപ്പ് അത് 10 മടങ്ങ് കൂടെയാണ്. വളരെ കുറച്ചുള്ളൂ, 0.03 ആണ് ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ്. എത്ര കുറവാണ് അതില്ലേ, അത് നോക്കി കഴിഞ്ഞാൽ. പക്ഷെ അതായിരുന്നു അതിൻ്റെ തോത് യഥാർത്ഥത്തിൽ, അത്രയും മതിയായിരുന്നു. പക്ഷെ ആ സാധനമാണ് ഈ അപ്പോഴത്തെ അതെന്ത് ആയി മാറി? അത് വിഷവാതകമായിട്ട് മാറി. ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നകാരിയായിട്ട് കാർബൺ ഡയോക്സൈഡ് മാറിയിരിക്കുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എഫക്റ്റുകൾ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നത്. അതായത് ഈ സീ വാട്ടറിൻ്റെ സർഫസ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ഹീറ്റിൻ്റെ ചൂടിൻ്റെ 92% വലിച്ചെടുക്കുന്നത് സമുദ്രജലമാണ്. ഒന്ന്. രണ്ടാമത് പിന്നെ ഈ സമുദ്രജലം എന്താ വലിച്ചെടുക്കുന്നത്? ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ 90% അതും വലിച്ചെടുക്കുന്നു. കാരണം ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നിങ്ങൾക്കറിയാം. അതിനകത്ത് സ്വർണ്ണം ഉൾപ്പെടെ അലിയിക്കാൻ കഴിവുള്ളതാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വർണ്ണം സാധാരണ രീതിയിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ദ്രാവകം അക്വറി ചെയ്യാന്ന് പറയുന്ന നൈട്രോൺ, പിന്നെ എന്താണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ചേർന്നുണ്ടാകുന്ന രാജദ്രാവകം എന്നാണ് പറയുന്നത്. അതിനകത്ത് ഇത് അലിയുള്ളൂ, എന്ത്? സ്വർണം. അത് ആ കപ്പാസിറ്റി ഉള്ള വെള്ളത്തിൽ ഈ കാർബൺ ഡയോക്സൈഡ് പതുക്കെ ഇങ്ങനെ അത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്ന അറിയോ? വെള്ളം പിന്നീട് അറിയപ്പെടുന്നത് കാർബോളിക് ആസിഡ് എന്നാണ്. ശരിക്കും ഇത് ഇപ്പോൾ പിന്നെ സീലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സമുദ്രജലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ
നമ്മുടെ എല്ലാവർക്കും പിന്നെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ മഹാസംഭവങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ വീണ്ടും സീ വാട്ടർ ചൂടാകുകയാണ്. ഫർദർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹീറ്റഡ്, സോ ഇറ്റ് വിൽ ഗെറ്റ് എക്സ്പാൻഡഡ് ഫർദർ. അപ്പോൾ ഇതൊരു ചെയിനാണ്. ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണിപ്പോൾ പിന്നെ നമ്മുടെ IPCC റിപ്പോർട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്നത്, നിരീക്ഷണങ്ങളുടെ. അപ്പോൾ ഇതൊന്നും ഈ സംഭവം നിയർ ഫ്യൂച്ചറിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുമില്ല. അതുകൊണ്ട് നിൽക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കടലൊക്കെ എന്തായി മാറി? കടൽ കാർബോളിക് ആസിഡായി മാറി. കാർബോളിക് ആസിഡായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്ന? ആസിഡിൽ ശരിക്കും പിന്നെ ഈ ജീവവസ്തുതയുടെ മറൈൻ ക്രീച്ചറിൻ്റെ മുഴുവൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ടുള്ള പ്ലാങ്ക്ടനാണ്, പ്ലവങ്ങളാണ്. ഈ പ്ലവങ്ങളെ ആഹരിച്ചിട്ടാണ് പിന്നെ ചെറു മത്സ്യങ്ങൾ, ചെറിയ ജീവികൾ, പ്ലവങ്ങളെ മത്സ്യങ്ങളാക്കി പിന്നെ ആയിരിക്കുന്നുണ്ട്, അതിന് ഫീഡ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ ചെറു ജീവികളെ അത് ഫീഡ് ചെയ്യും, അതിനെ ചെറു മത്സ്യങ്ങൾ ഭക്ഷിക്കുകയും ചെറു മത്സ്യങ്ങളെ ബാക്കി അതിന് തുടർന്ന് നിങ്ങൾക്കറിയാം വലിയ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ്, ജീവൻ നിലനിൽക്കുന്നതിൻ്റെ ബേസ് ഈ സൂക്ഷ്മമായിട്ടുള്ള ജീവിയാണ്. അപ്പം ഈ പ്ലാങ്ക്ടനാണ്, നമ്മൾ പറയുന്ന പ്ലാങ്ക്ടനാണ്. അപ്പോൾ ഈ പ്ലാങ്ക്ടൺ സർവൈവ് ചെയ്യില്ല. ഈ കാർബോളിക് ആസിഡിൽ എങ്ങനെയാണ് ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള വളരെ ലോലമായ ഘടനയുള്ള ഈ ജീവി സർവൈവ് ചെയ്യുന്നത്? അതിന് ജീവിക്കാൻ കഴിയില്ല. അതിൻ്റെ ആവാസ വ്യവസ്ഥ അവിടെ തകരപ്പെടുകയും. അപ്പോൾ അതെന്തോ സംഭവിച്ചു? നേരെ ആ ചെയിൻ താഴേലേക്ക് വരികയും ഓരോന്നോരോന്നായിട്ട് കണ്ണിയേറ്റു പോകും. ഇതാണ് ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുമ്പോഴുള്ള ഈ താപനം ഉണ്ടാകുന്ന വേറെ മാറ്റം. അപ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റിന് ആണ് ഈ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം വഴി സംഭവിക്കുന്നത്. ഞാൻ എന്നെ ഈ വിഷയാവതരണത്തിൻ്റെ ഈ സംസാരത്തിൻ്റെ ബേസാക്കുന്നത് IPCC റിപ്പോർട്ടാണ്. കാരണം IPCC റിപ്പോർട്ടിനെ അല്ലാതെ ആശ്രയിക്കാവുന്ന നിലവിൽ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞില്ല 99.9% പിന്നെ ഫാക്റ്റായിട്ടുള്ളതാണ് അവർ പ്രസൻറ്റ്. അവരെന്ത് പറഞ്ഞിട്ടുള്ളൂ, അവരിത് ഇപ്പോൾ അതായത് അവരെ ലാസ്റ്റ് റിപ്പോർട്ട് 6ാമത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് 2021 ആ 2021 എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഉണർത്തലായിരുന്നു. അത് ഒരുപാട് അവർ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാം റിപ്പോർട്ടിൽ, രണ്ടാം റിപ്പോർട്ടിൽ, മൂന്നാം റിപ്പോർട്ടിൽ ഓരോ റിപ്പോർട്ട് വരുന്നത് പിന്നെ 6 വർഷം 5 മുതൽ 6-7 വർഷം വരെയുള്ള ആ സമയത്തുള്ള പിന്നെ പഠനത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും പിന്നെ റിസർച്ചിൻ്റെയൊക്കെ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ റിസൾട്ട് വരാനായിട്ട് കുറേ സമയം എടുക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇത്രയും എക്സ്പെർട്ട് ഇരുന്നിട്ട് അത് റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെ ഈ 6ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ വലിയ ലോകം തരിച്ചു നിന്നുപോയി. വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് അത്. അതായത് ദ ഗാർഡിയൻ ഡിസ്ക്രൈബ്ഡ് ദ റിപ്പോർട്ട് ആസ് ദ സ്റ്റാർക്കസ്റ്റ് വാർണിംഗ് യെറ്റ് ഓഫ് എ മേജർ ഇൻഎവിറ്റബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ക്ലൈമറ്റ് ചേഞ്ച്, എ തീം എക്കോർഡ് ബൈ മെനി ന്യൂസ് പേപ്പേഴ്സ് ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആൻഡ് ആക്ടിവിസ്റ്റ് എറൗണ്ട് ദ വേൾഡ്. 6ാമത്തെ എന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ 0-1 തുടങ്ങി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ഇത്രയും സമയം കൊണ്ട് വളരെ പതുക്കെയാണ്. സ്ലോലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. അങ്ങനെ അത് ഇൻക്രീസായി ഓരോ സമയവും ഈ റിപ്പോർട്ടിൽ ഇത് മിറ്റിഗേറ്റ് ചെയ്യണം. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ടെമ്പറേച്ചർ റൈസ് ആവുന്നതിനെ അറസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നമ്മളെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും ഈ 6ാമത്തെ അവരെ ലാസ്റ്റ് റിപ്പോർട്ടിൽ ഇത് തന്നെ അവർ പറഞ്ഞു. ഇനി നമുക്ക് അതായത് ഇറിവേഴ്സിബിളാണ്. ഇനിയിപ്പോൾ നമ്മൾ ആക്ഷൻ എടുത്താലും ഞാൻ വേറൊരു വിഷയത്തെ അപ്പോഴാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒന്നും കൂടെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഞാനത് ആ ഭാഗത്തേക്ക് വരാം. ഈ ആക്ഷൻ എടുത്താലും അതിനെ തുടർന്നുണ്ടാകുന്ന റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്നെവിറ്റബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഈ ട്രെൻഡ് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് അത് നേരെ മുമ്പത്തെ അവസ്ഥയിലേക്ക് കൂളിങ്ങിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ട എന്നാണ് ഈ 6ാമത്തെ റിപ്പോർട്ടിന് വിലയിരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ നിരീക്ഷണം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരവസ്ഥയിലൂടെയാണ്. അപ്പോൾ ഇതിൽ വേറെ ചില സംഭവങ്ങളുണ്ടായി. അതായത് 3ാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴേ
മുന്നത്തെ 4ാമത്തെ റിപ്പോർട്ട് വന്ന സമയത്ത് പിന്നെ 2015 അതിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിനേക്കാൾ വലിയ അലർട്ട് വാണിംഗ്. സമുദ്രം വളരെ പിന്നെ ലോകമെങ്ങുമുള്ള സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പണ്ടുണ്ടായിരുന്നതിനേക്കാളൊക്കെ പിന്നെ 10 മടങ്ങ് ശക്തിയുള്ള കൊടുങ്കാറ്റുകൾ ലോകത്തിൻ്റെ പിന്നെ സമുദ്രതീരങ്ങളിൽ അറ്റ്ലാന്റിക്, പാസിഫിക്, നമ്മളിപ്പോൾ ഇവിടെ തന്നെ പിന്നെ ഈ ബേ ഓഫ് ബംഗാൾ, അറബിക്കടലിലേക്ക് ഇപ്പോൾ കണ്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് നമ്മളത് അനുഭവിക്കുന്നുണ്ടല്ലോ. അങ്ങനെ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള സൂപ്പർ സൈക്ലോൺ ഉൾപ്പെടെയുള്ളത് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടൈഡൽ വേവ്, സ്റ്റോം സർജ്, ക്ലൗഡ് ബേസ്റ്റ്, ഇതെല്ലാം ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മളിപ്പോൾ ഈ കേരളത്തിൽ പിന്നെ വയനാട് ഉണ്ടായ സംഭവം കണ്ടില്ല. 425 പേര് മരണപ്പെട്ട ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിലുണ്ടായത്. വേറെ ഈ കാലാവസ്ഥയുടെ അനന്തരഫലമായിട്ട് അവിടെ എന്താണ് ഉണ്ടായത്? ടൊറൻഷ്യൽ റെയിൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ, ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ സാക്ഷിയതാണ്. ശരിക്കും 3 മാസമായി മഴ തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് റെയിനാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രീമായ വെതറുകൾ ഉണ്ടാകുന്നു. ഹോട്ടസ്റ്റ് നേരെ, അതായത് ഹോട്ടസ്റ്റ് വിൻ്റർ ഉണ്ടാകുന്നു. ഹോട്ടസ്റ്റ് വിൻ്ററും പിന്നെ എന്താ ഉണ്ടാകുന്നു? ഹറാഷ്, പിന്നെ ഹറാഷ് സമ്മർ, വിൻ്റർ, മഞ്ഞുകാലം. അപ്പോൾ അത് ഇപ്പോൾ നമ്മളിവിടെ ആ മഴ, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ല പിന്നെ 2018 അത് ഉണ്ടാവാൻ കാരണം പലരും പറഞ്ഞു 99 വെള്ളപ്പൊക്കത്തിന് അതുപോലെയുള്ള വലിയ സംഭവം ഉണ്ടായത്. മഴ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ആഴ്ചകളോളം മഴ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ആ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പം അതുപോലെ ഉള്ള സംഭവങ്ങൾ, അതിന് തുല്യമായ മഴയാണ് ഇപ്പോൾ ഈ പെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ അടുത്ത സമ്മർ വരുന്നത് എന്താണ്? അടുത്ത സമ്മറിൽ ഹോട്ടസ്റ്റ് സമ്മറാണ്. അതായത് നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത രീതിയിലുള്ള പിന്നെ ഏറ്റവും ചൂടുള്ള പിന്നെ വേനൽക്കാലം വരുന്നു. ഇന്നിപ്പോൾ നമുക്ക് മിക്കവാറും ആളുകൾക്ക് ടി വിയിലാണ്ട് AC ഇല്ലാതെ നമുക്ക് AC കിടക്കണം, ഉറങ്ങി കിട്ടണമെങ്കിൽ അത്രയും ചൂടാണ്. ഫാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അത്രയും നേരെ ഇപ്പോൾ ഈ മഴ കഴിഞ്ഞ സമയത്ത് ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇനി സമ്മർ സ്റ്റാർട്ടാവും. സമ്മർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്നുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കാലാവസ്ഥയിൽ വൻപിച്ച വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ഈ കോസ്റ്റൽ പ്ലേസ് എന്ന് പറയുന്ന തീരദേശ പ്രദേശങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിലടി പിന്നെ സബ്മർജാവുകയും ചെയ്തു. എപ്പോഴും ഫ്ലഡിങ്ങാണ് അവിടെ. ഫ്ലഡിങ് മാറിയ സമയമില്ല. ഉദാഹരണത്തിന് ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നു. അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വൈപ്പിന് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, ഞാൻ എപ്പോഴും പോകുന്നുണ്ട്. നമുക്ക് അവർ 2 ആഴ്ച ഇതിലൊക്കെ ഒരു പ്രാവശ്യം ഇതിന് തന്നെ ഞാൻ പോണേന്. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ പോയപ്പോൾ അവിടെ വെള്ളക്കെട്ടാണ്. വീടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലാണ്. പല വീടുകളും നല്ല വീടുകളൊക്കെ പിന്നെ താമസിക്കുന്നത് വളരെ പാവപ്പെട്ട മനുഷ്യമാണ്, കൂലിപ്പണി ചെയ്തൊക്കെ ജീവിക്കുന്ന ആൾ. അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ അവർ പറഞ്ഞ് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. മുൻപ് ഇതിപ്പോൾ ഇതുപോലെ ഈ ടൈഡൽ വേവ് അല്ലെങ്കിൽ വൃശ്ചിക വേലിയേറ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വൃശ്ചിക വേലിയേറ്റം. ആ വൃശ്ചിക വേലിയേറ്റം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഏതാനും ദിവസം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നോർമൽ അവസ്ഥയിലേക്ക് പോകും. ഇതിപ്പോൾ വന്നിട്ട് മാസം 4 ആയിരിക്കുന്നു. അത് ഇപ്പോൾ അവിടുത്തെ ഈ പഞ്ചായത്ത് ഈ അധികാരികൾ, ലോക്കൽ പിന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ആളുകൾ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് എപ്പോഴും ഞങ്ങൾക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥലങ്ങൾ അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് അവൻ ഒരു ചെറിയൊരു 2 വീലറിൽ വന്നിട്ട് അവൻ വെച്ചിട്ട് വീട്ടിലേക്ക് പോയി നീന്തിപ്പോയിന്. അവിടെ വെള്ളപ്പൊക്കമല്ല. വെള്ളപ്പൊക്കം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ്. വെള്ളപ്പൊക്കം 2-3 ദിവസം കഴിഞ്ഞാൽ വെള്ളം മുങ്ങിയിട്ട് അങ്ങോട്ട് കാണാം. ഇത് കണ്ടിന്യൂസ് വെള്ളമാണ്. ആ വീടൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ സബ്മർജായിരിക്കാൻ ഇതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഈ രീതിയിൽ ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ. നമ്മളുടെ തന്നെ ഈ തീരപ്രദേശങ്ങൾ ലോകമെമ്പാടുമുള്ള ഇപ്പം അമേരിക്കയിൽ, USA 36 നഗരങ്ങൾ ഇതുപോലെ വെള്ളക്കെട്ടിലാണ്. അതേത് എക്സിസ്റ്റൻഷ്യൽ ത്രീറ്റ് പിന്നെ നേരിടുന്ന മഹാനഗരങ്ങൾ, ഒന്ന് ന്യൂയോർക്ക്, ഒന്ന് മിയാമി, ഒന്ന് ബോസ്റ്റൺ, പിന്നെ സാൻ ഫ്രാൻസിസ്കോ പോലെയുള്ള വലിയ അമേരിക്കൻ നഗരങ്ങൾ. അവർ പോലും ഹെൽപ്ലെസ്സാണ് ഈ വിഷയത്തിൽ. ഈ ആഗോളതാമസത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്ന ഈ സീ ലെവൽ റൈസും അതിനെ തുടർന്നുണ്ടാകുന്ന അനർത്ഥങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത് ഇനിയിപ്പോൾ ഈ IPCC റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
8 മണിയല്ലേ പറഞ്ഞത്, എങ്ങുമായിട്ടില്ല. എന്തായാലും അതിലവർ ദ സ്പെഷ്യൽ റിപ്പോർട്ട് ഓൺ സിങ്കിങ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വരാൻ പോയാണ്. ലോകത്തിൽ ഈ സീ ലെവൽ റൈസ് ചെയ്ത് ഉണ്ടാകുന്നത് കൊണ്ട് മെർജായിക്കൊണ്ടിരിക്കുന്ന അതായത് സീയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന വലിയ നഗരങ്ങൾ, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇന്തോനേഷ്യൻ ക്യാപിറ്റൽ ജക്കാർത്ത, ആ ജക്കാർത്തയിൽ ദ ഫാസ്റ്റസ്റ്റ് സിങ്കിങ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഇപ്പോൾ അതിനെ പേരിട്ടിരിക്കുന്നത്. ഒരു വർഷം 50-65 സെൻറ്റിമീറ്റർ വെച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അവിടെ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു ഏതാനും വർഷം മുമ്പ്, വേറൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ജക്കാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജക്കാർത്ത നഗരം അവർ അബാണ്ടൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ജക്കാർത്ത ക്യാപിറ്റൽ അവർ ഉപേക്ഷിച്ചിട്ട് വേറെ പാരലായിട്ട് ബോർണിയോന്നോ മറ്റോ പറയണ അവരെ വേറൊരു ദ്വീപുണ്ട് ഇത്രയും ഭീഷണി ഇല്ലാത്തത്, അങ്ങോട്ട് അവരുടെ ക്യാപിറ്റൽ തന്നെ മാറ്റിയാണ്. അവിടെ 10 മില്യൺ 1 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മഹാനഗരമാണ്, ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന് പറയാവുന്ന ഒരവസ്ഥയിലുള്ളതാണ്. പക്ഷേ ക്യാപിറ്റൽ ന്യൂയോർക്ക് അതല്ലെങ്കിൽ ലണ്ടൻ പാരീസ് പോലെയുള്ള ഒരു നഗരമല്ല എന്ന് മാത്രമേ ഉള്ളൂ. 1 കോടി ആളുകൾ ഈ ജക്കാർത്തയിൽ മാത്രം അധിവസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥലങ്ങൾ സമ്മർദ്ദമായിക്കൊണ്ടിരിക്കുന്നു, കടൽ കയറിക്കൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇവർ സിവാളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ പാവങ്ങൾ വലിയ സിവാളൊക്കെ. പക്ഷേ ഒരു രക്ഷയില്ല, സിവാളിൻ്റെ അടിയിലൂടെ വീണ്ടും പെനിട്രേഷൻ. അതാണ് നമ്മളെ കുടിവെള്ളമെല്ലാം സീ വാട്ടർ വന്നിട്ട് അത് മലിനമാകുന്നു, ഉപ്പുരസമാകുന്നു. സീ വാട്ടർ വന്ന് അത് ഭൂമിയിലെ നമ്മുടെ ഭൂഗർഭജലം അക്വിഫയർ മലിനമായാലും എന്ത് പറ്റും? കുടിവെള്ളം ഉണ്ടാവില്ല, കൃഷികൾ അവിടെ അതിന് ഈ സലിനിറ്റിയിൽ ഇപ്പോൾ ഉള്ളതിൽ കൃഷി ചെയ്യാൻ പറ്റുമല്ലോ. അതിന് പ്രത്യേകമായുള്ള ഈ പറഞ്ഞ പൊക്കാളി പോലെയുള്ള എന്തെങ്കിലും കൃഷി ആണ് വേണ്ടത്. പക്ഷെ അതിന് അത് വേറൊരു സംഗതിയാണ്. എന്തായാലും അപ്പോൾ ഈ ലോകം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. എൻ്റെ വിഷയം തന്നെ ഇതാണ്. നിങ്ങൾ ഇതിൻ്റെ അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും ഫലമായിട്ട് മനുഷ്യരാശി നേരിടുന്ന എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ 6ാമത്തെ റിപ്പോർട്ടിൽ അത് വരുന്നുണ്ട്. അതായത് എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഓൾറെഡി ജീവികളിലെ മൊത്തമായിട്ടുള്ള ഉന്മൂലനം മൊത്തം 1 by 1 ആയിട്ട് മാസ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാണല്ലോ ട്രാൻസ്ലേഷൻ. അപ്പോൾ അങ്ങനെ ജീവജാലങ്ങൾ ഒന്നായിട്ട് കൂട്ടമായിട്ട് അപ്രത്യക്ഷമാവുന്നത് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് സ്പീഷീസ് തന്നെ ഡിസിപ്പർ നമ്മൾ കാണുന്ന ബാക്കിയുള്ള ജീവികളൊക്കെ നമ്മളെ വളർത്തുന്ന മൃഗങ്ങൾ, പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കാണുന്ന ഫിഷ്, അതെല്ലാം അവൈലബിൾ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. പക്ഷേ അത് പ്രശ്നമാകും. കാരണം ഒരു ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്പീഷീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ജീവി നിലനിൽക്കണമെങ്കിൽ 10 എണ്ണത്തിനെ ആശ്രയിക്കണം. ഇങ്ങനെ പരസ്പരം 10 ജീവിവർഗങ്ങളിലെ ഒരു കണ്ണിയാണ്, ഒരു ചെയിനാണ് യഥാർത്ഥത്തിൽ ഈ അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ആ ആവാസ വ്യവസ്ഥയ്ക്ക് പതുക്കണ ചങ്ങൾക്ക് മാറ്റം വരണം. സ്ലോ ആൻഡ് സ്റ്റഡി ബട്ട് ഇറ്റ് വിൽ ബി ഫൈനൽ. അതെവിടെ പോയി അവസാനിക്കും? മൊത്തമായിട്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നമ്മളെ ഈ നോട്ടബിളായ സംഭവങ്ങളിലേക്ക് ഒരു ഫിഷ് വർഗം തന്നെ ആഫ്രിക്കയിലുള്ള വളരെ നമ്മളോട് തിലോപ്പി എന്ന് പറയുന്ന മത്സ്യമുണ്ടല്ലേ, വളരെ സർപ്ലസ് ആയിട്ട് കിട്ടുന്ന വില കുറഞ്ഞ നല്ല പ്രോട്ടീനിയസ് ആയിട്ടുള്ള ഒരു അവിടുത്തെ ഈ പാവപ്പെട്ട ആഫ്രിക്കക്കാർ കഴിച്ചൊരു മത്സ്യം. ഇന്നിപ്പോൾ ആ മത്സ്യം ഇല്ല, തീരെ ഇല്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. അവരെ ഡോഡോ എന്ന് പറയുന്ന പക്ഷി നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഹ്യൂജായിട്ടുള്ള നല്ല സ്വാദുള്ള മാംസമുള്ള ഒരു പക്ഷിയാണ്. ആ പക്ഷിയില്ല, ഇപ്പോൾ ഒറ്റ എണ്ണം പോലും ഇല്ല, ഭൂമത്തിൽ നിന്ന് തന്നെ വാഷ് ഔട്ടായിപ്പോയി. ഇതാണ് എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു സംഭവം ഉണ്ട്, അതായത് നമ്മൾ കോവിഡ്-19 കോവിഡ്-19 വൈറസിൻ്റെ ഒറിജിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഈ കൊറോണ വൈറസ് പറയുന്നത് 300 എണ്ണമുണ്ട്. ആ 300 എണ്ണം, അപ്പോൾ ഈ 300 എണ്ണത്തിൽ ഒരെണ്ണമാണ്. അതുകൊണ്ട് അത് പിടുത്തുന്നതല്ലേ, ശരിക്കും ഈ കൊറോണ വൈറസാണ് പനി, നമ്മളെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൈറസ് തന്നെയാണ് മൊത്തത്തിൽ കൊറോണ. ഇതൊരു കൊറോണ വൈറസാണ്, എല്ലാവർക്കും അറിയാമല്ലോ ഈ കോവിഡ്-19. പക്ഷേ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതിന് ഉഷ്ണത്തെ പ്രയോഗിക്കാൻ കഴിയും. നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിനെ അതിന് പ്രതിരോധിക്കാൻ, അതിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ഇതെങ്ങനെ ഉണ്ടായി? അപ്പോൾ പലരും പറയും ഇത് ചൈനയിലെ ലാബിൽ നിന്നിട്ട് ചാടിപ്പോയതാണ്. ചൈനയിലെ ലാബിൽ നിന്ന് അവർ പരീക്ഷിച്ചത് അവരിത് ബയോളജിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കാനുള്ള ആയുധം വികസിപ്പിക്കുന്ന സമയത്ത് വെറുതെ അത് വെറും
ഇത് ട്രംപ പറഞ്ഞെടുത്തത് അതിനെ ചൈനീസ് വൈറസ് എന്നൊക്കെ അയാൾ കളിയാക്കി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ഒരു പുതിയ സ്ട്രീമാണ്, ഒരു പുതിയ ഒറിജിനാണ്. അപ്പം ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഭാവിയിലുണ്ടാവും. കാലാവസ്ഥ നമ്മൾ ആരെയും ഓർത്തിട്ടുണ്ടോ? പക്ഷെ അത് നമ്മൾ കൺമുമ്പിൽ ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതാണ് ഈ കൊറോണ വൈറസിനെ പ്രത്യേകത. ഭയങ്കര പാൻഡമിക്. ആളിങ്ങനെ നോക്കിയാൽ മതി അത് പടരുന്ന. നാളെ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റലായിട്ടുള്ള മരുന്ന് തന്നെ ഏൽക്കാത്ത വൈറസുകൾ ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യതകളുണ്ട്. അതാണിപ്പോൾ ഈ COVID-19 പിന്നെ സിമ്പിൾ, അതിൻ്റെ സന്ദേശം അതാണ്. അപ്പോൾ ഇത് എവിടേക്ക് ഇത് കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നാണ്. അതിനുശേഷമാണ് ഇത് കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പതുക്കെ മനസ്സിലാക്കുകയും അതിപ്പോൾ ചൈനക്കാരെ അവരെ ലാബിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആഗോള താപനത്തിൻ്റെ ഈ അന്തരീക്ഷം മലിനമാകുന്നു, ഊഷ്മാവ് വർദ്ധിക്കുന്നു, കാലാവസ്ഥ വർദ്ധിക്കുന്നു. ജീവജാലങ്ങൾക്ക് എന്താണ്? ജീവജാലങ്ങളെ എക്സ്റ്റിൻഷൻ, അതായത് അതിൻ്റെ നിലനിൽപ്പാണ് ആറാമത്തതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ 5 ബില്യൺ പഴക്കമുള്ളതിന് നമ്മളെ ഭൂമി 500 കോടി. ആ 500 കോടി വർഷത്തിനുള്ളിൽ, ഈ അവസാനത്തെ 50 കോടി വർഷത്തിനുള്ളിൽ 5 പ്രാവശ്യം ഭൂമുഖത്ത് നിന്ന് ജീവജാലങ്ങൾ എക്സ്റ്റിങ്ക്റ്റായി പോയിട്ടുണ്ട്. പറ്റേ ഭാഷ അവിടെ എന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ എക്സ്റ്റിങ്ഷൻ സംഭവം ഉണ്ടായത് 43 കോടി വർഷം മുമ്പാണ്. അന്ന് യഥാർത്ഥത്തിൽ ഭൂമിയിലുണ്ടായിരുന്ന 80% ജീവജാലങ്ങളും പോയി, അപ്രത്യക്ഷമായി. കാരണം കാലാവസ്ഥ വ്യതിയാനം വരുന്നത്. അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കാം. അതിന് ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. അത് കഴിഞ്ഞ് 38 കോടി വർഷം മുമ്പ് രണ്ടാമത്തെ എക്സ്റ്റിങ്ഷൻ ഉണ്ടായി. അന്ന് 85% ജീവജാലങ്ങൾ പോയി. അതിനും കാലാവസ്ഥ വ്യതിയാനം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചുരുക്കി, അത് വേറൊരു വിഷയമാണ്. എന്തായാലും ഇത് 6ാമത്തെ എക്സ്റ്റിങ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 മാസ എക്സ്റ്റിങ്ഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകൃതം അതിനുണ്ട്. അതെന്ന് വെച്ചാൽ അത് മാൻമെയ്ഡാണ്. ഇതിനു മുമ്പുണ്ടായ 5ഉം മാൻമെയ്ഡല്ല. അത് മനുഷ്യർ തന്നെ ഭൂമിയിലില്ല. അവസാനം ഉണ്ടായത് 6.5 കോടി വർഷം മുമ്പ് ഈ ദിനോസോറുകൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രശ്നങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു സംഗതിയിൽ നമുക്ക് ഇതാണ് അതിൻ്റെ ഫോസിൽസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോസിൽ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അത്തരം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കാലാവസ്ഥ വ്യതിയാനം. അന്ന് അത് സംഭവിച്ചത് 6.5 കോടി വർഷം മുമ്പ്. അതെങ്ങനെയാണ് ഉണ്ടായത്? അത് പതനത്തിലൂടെ അന്തരീക്ഷത്തിലുള്ള ഹ്യൂജായിട്ടുള്ള വളരെ ഹ്യൂജ് സൈസായ ഭൂമിയിൽ പതിച്ചപ്പോൾ ഉണ്ടായ കാലാവസ്ഥയിൽ ഉണ്ടായ അത് വാമിങ്ങിനെ തുടർന്നാണെന്നാണ് പഠനത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. അതും കാലാവസ്ഥ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ്. 6ാമത്തത് മാൻമെയ്ഡ്, മനുഷ്യൻ്റെ കൈകളാണ്. ഈ പറഞ്ഞ അതാണ് സംഭവം. വളരെ ചെറുതാണ്. കപ്പൽ മുങ്ങാനായിട്ട് ചെറിയ തോൾ മതിയല്ലോ. അത് നമ്മൾ ഉടനെ അടച്ചില്ലെങ്കിൽ കപ്പൽ തന്നെ അത്രയും വലിയ കപ്പൽ ഇത്ര ആളുകൾ അല്ലെങ്കിൽ എന്തെന്നോ ആ ചരക്ക് കേട്ട് അങ്ങോട്ട് മുങ്ങിപ്പോകും കടലിലേക്ക് എന്ന് പറഞ്ഞ പോലെ വളരെ ചെറിയൊരു തുടക്കമാണ്. 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ചെറിയ മലിനീകരണം. ആ മലിനത്തൊരു തോത് വർദ്ധിച്ചു. അതിനെ തുടർന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ആഗോളതാപനം തുടങ്ങി, ടെമ്പറേച്ചർ വർദ്ധിക്കാൻ തുടങ്ങി. വർദ്ധിച്ച് ഇന്ന് ഈ അവസ്ഥയിലായി. നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ നമ്മളെ മനുഷ്യരും ഇതര ജീവജാലങ്ങളും ഭൂമിയുടെ പ്രകൃതത്തിന് തന്നെ മാറ്റാൻ. അത് മാത്രമല്ല, അവരെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്റ്റിങ്ഷനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര രൂക്ഷമാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞത് പോലെയല്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ് ഇത്രയും സിവിയർ ആയിരുന്നില്ല. ഇത് അതിനേക്കാളെല്ലാം ഫാർ മോർ സിവിയർ എന്നുള്ള നിങ്ങളുടെ മുന്നറിയിപ്പ് അവരെ പഠന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ട വസ്തുതകളാണ്. അതും കൂടെ അവർ പറഞ്ഞേക്കാണ്. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴാണ് ഇവിടെ ഞാൻ വായിച്ചില്ലേ, എന്താണ് ദ സ്റ്റാർക്കസ്റ്റ് വാണിംഗ് യെറ്റ് ദാറ്റ് കനോട്ട് ബി, ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, തടുക്കാൻ കഴിയില്ല. ബാക്കി ഇവിടെ കിട്ടിയിരിക്കുന്നു. അൽഗോർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, നിങ്ങൾ കേട്ടാണ്, നല്ലൊരു പ്രസിഡന്റായിരുന്നു അയാൾ നല്ലൊരു എൻവയോൺമെൻറ്റിസ്റ്റ്, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ കൂടിയ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അൽഗോർ. അദ്ദേഹം ഒരുപാട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും ഈ IPCCക്കും ഇവിടെ 2007 നോബൽ പ്രൈസ് കൊടുത്തിരുന്നു. അന്ന് ബിൽ ക്ലിൻ്റൺ ആയിരുന്നു പ്രസിഡന്റ്. എന്തായാലും അപ്പോൾ അത്രയും വലിയ ഒരു വർക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ IPCC നടത്തി എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കണേ.
ഇപ്പോൾ ഇത് സംബന്ധിച്ചിപ്പോൾ പലരും ഇപ്പോൾ പരിഹാരത്തെക്കുറിച്ചാണല്ലോ. പരിഹാരം ഞാൻ നേരത്തെ ഒരു വാക്ക് ഇറേഴ്സിബിൾ എന്നോട് പറഞ്ഞിട്ട് വായിച്ചല്ല, എന്താണ് അല്ലേ? റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ, അതായത് ഈ 2040 കൂടി ഇപ്പോൾ ഉള്ള ഈ താപനം 1.4 ലിമിറ്റ് ചെയ്യുക, 1.4 അത് പിടിച്ചു നിർത്താം. 2050 കൂടി ഒരു കാരണവശാലും അത് 2 പിന്നിടരുത്. 2 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ ഈ വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിലേക്കുള്ളാകരുത് എന്നുള്ള ഒരു കണക്കൂട്ടലാണ്. ഇവരിപ്പോൾ ഈ 6ാമത്തെ പറയണത് ഇത് പിടിവിട്ടു പോയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇതിന് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്, ഇതിന് പരിഹാരങ്ങൾ അങ്ങനെ ഏൽക്കൂലപ്പെട്ടത് പ്രകൃതിയിലേക്ക്. പിന്നെ ഇനി എന്തൊക്കെ പരിഹാരം ചെയ്താലും ഈ നൂറ്റാണ്ട് മുഴുവനും അടുത്ത നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള കാലാവസ്ഥയിലേക്ക് ഭൂമി മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സ്റ്റെപ്പുള്ളൂ. ഒരു ദിവസം 10 കോടി ബാരൽ ഡീസലാണ് ഈ ലോകത്തിലുള്ള ഓട്ടോമൊബൈൽ, പിന്നെ ഷിപ്പിംഗ്, അതുപോലെ സിവിൽ ഏവിയേഷൻ ഒക്കെ കത്തിച്ചുകൊണ്ട് അതിനകത്താണല്ലോ ഇതൊക്കെ മൂവിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 10 ലക്ഷം, ഞാൻ 10 ലക്ഷം എന്നല്ല, സോറി, 10 കോടി ബാരൽ പെട്രോളിയം പ്രോഡക്റ്റാണ് കത്തിച്ചിട്ട് അത് ഈ ഹീറ്റ് എഞ്ചിൻ, അതിൻ്റെ എക്സോസ്റ്റാണ് ഈ വിഷമമാക്കുന്നത്. 75% ഈ എക്സോസ്റ്റ് ഇത്രയും ഈ ഭൂമി ദൂഷിക്കാൻ കാരണം നമ്മുടെ ഈ ഓട്ടോമൊബൈലാണ് 75%. ബാക്കി 25%മാണ് ഈ ഫാക്ടറികളും ബാക്കി കമ്പനികളും അതർ സോഴ്സിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഈ ദുഷിപ്പുണ്ടാക്കുന്ന ഈ പെട്രോൾ പിന്നെ ഈ ഡീസലിൻ്റെ ഉപയോഗം അഥവാ പെട്രോളിയത്തിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്താൽ തന്നെ എന്താ സംഭവിക്കുന്നത്? വളരെ സിമ്പിൾ അരിത്തമെറ്റിക്കാണ്. 75% ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും, 70%. അപ്പോൾ 2100 കോടി ലിറ്റർ വരും. അത് നമ്മൾ പിന്നെ ലിറ്ററിലേക്ക് മാറ്റിയാൽ ഈ ഒരു ബീപ്പ ഒരു ബാരൽ എന്ന് പറയുന്നത് 210 ലിറ്ററാണ്. അപ്പോൾ അത്രയും ഒരു ദിവസം കത്തിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഇത് വളരെ കൺസർവേറ്റീവായ കണക്കാണ്, ഇതിനേക്കാൾ കൂടുതലായിരിക്കുള്ളൂ. കാരണം ഈ 2015 ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്ക് ഈ IPCC കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾ ഇത്രയും 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 10 വർഷത്തിനുള്ളിൽ എത്ര വാഹനങ്ങളുണ്ടായിരുന്നു? നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ മതിയല്ല, അത് ലോകമെമ്പാടും എന്താ സംഭവിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ കണക്കുകളില്ല. പക്ഷേ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ CO2 നമ്മൾ അതിൻ്റെ അത് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന സംവിധാനം എന്തുണ്ടോ അതെല്ലാം അറസ്റ്റ് ചെയ്യാം വിത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട്. ആ കോവിഡ് ഉണ്ടായ സമയത്ത് അതാണ് കണ്ടത്. നമ്മൾ ലോകം ലോക്ക്ഡൗൺ ആയി, ഒരു വാഹനം ഒന്നും നമ്മൾ പറയണ പോലെ ഒരു ഈച്ച പോലും അനങ്ങാത്തൊരവസ്ഥ ഉണ്ടായി. അതിന് ഒരുപാട് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടായി. വേറെ കുറേ ആളുകൾ മരിച്ചു. ഇപ്പോഴും അതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ ലോകം വിത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ കാലാവസ്ഥയിൽ നോട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറഞ്ഞു. കാരണം വാഹനങ്ങൾ വിടുന്നില്ല. പെട്രോളിയം പ്രോഡക്റ്റ് ഈ പറഞ്ഞ ഒരു ദിവസം 2100 കോടി പിന്നെ ഡീസല് പെട്രോളിയം പ്രോഡക്റ്റ് കത്തിയില്ല. അപ്പോൾ എന്ത് പറ്റി? 75% എക്സോസ്റ്റ് CO2 പുറത്തേക്ക് തള്ളുന്നത് സംഭവം ഉണ്ടായില്ല കുറച്ച് നാളത്തേക്ക്. പിന്നെ അതിനേക്കാൾ ഇരട്ടിയായിട്ട് അത് വന്നു. അപ്പോൾ അത് നമുക്ക് പറ്റുമെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് വേറെ വിഷയമാണ്, നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്, എല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഈ പറഞ്ഞ അതിൻ്റെ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് പിന്നെ ഈ റിപ്പോർട്ടിൻ്റെ ഈ ICC റിപ്പോർട്ടിൻ്റെ ലാസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗ്രീൻ ലൈഫിലേക്ക് പോകണമെന്നാണ്. ഗ്രീൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ പ്രകൃതിയുടെ എല്ലാം അടിവരെയും പോയിട്ട് കുത്തി തുരന്ന് ആ അടിയിലുള്ള പെട്രോളിയം പ്രോഡക്റ്റ്, മിനറൽസ്, പിന്നെ അക്വിഫെയറിലെ പിന്നെ വെള്ളം, വാട്ടർ, അതെല്ലാം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു പരമാവധിയാണ്. അതായത് ഉപഭോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ കഴിഞ്ഞ 50 വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് ലോക ചരിത്രത്തിന് മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യൻ സുഖിച്ച ഒരു കാലമാണ് ഈ കഴിഞ്ഞു വരുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എല്ലാ രീതിയിലും ഉണ്ടായ കുതിച്ചുചാട്ടം, അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക വളർച്ച, ഇതെല്ലാം കാരണമായിട്ട് എല്ലാവരും ജീവിത നിലവാരം ഇപ്പം നമ്മളെ ഓർമ്മയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല ഇപ്പോൾ ലോകത്ത്. അതാണ് ഇതിനൊന്നാമത്തെ കാരണം. അതായത് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കൺസ്യൂമർ ജീവികളായിട്ട് മാറി. എന്താണ് പരമാവധി പ്രഷർ ജീവിതത്തിൽ, അതിനുവേണ്ടി എന്തും ചെയ്യാം, അതിൽ നിന്നിട്ട് മാറുക. എന്നിട്ട് നമ്മൾ ഗ്രീൻ ലൈഫ്
നമ്മൾ സാധാരണ ഭക്ഷണം തന്നെ കുറക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ദ ഫുഡ്, ഭക്ഷണം ഉൾപ്പെടെ. അപ്പോൾ അവിടെ മുതലാണ് തുടങ്ങുന്നത്. ഭക്ഷണം മുതൽ കുറയ്ക്കുക, നമ്മളെ വസ്ത്രത്തിൽ നൃത്തം പാലിക്കുക, യാത്ര അത് പരമാവധി കുറയ്ക്കുക. അത് യാത്ര ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ ഒരുമിച്ച് പോകുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സണൽ കാരിയർ വാഹനങ്ങൾ, കാറ് ഇങ്ങനെയുള്ള ഇത് ഒഴിവാക്കിയിട്ട് അത് ഇപ്പോൾ പറഞ്ഞ മെട്രോ പോലുള്ള ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോവുക, ബസ്സിൽ യാത്ര ചെയ്യുക, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യുക. അതായത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പിന്നെ ഒരുതരം ഒരു ഹാഫ് ലോക്ക്ഡൗണിലേക്ക് ലോകം നീങ്ങണമെന്ന് കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുള്ള ഇത് ഞാൻ പറഞ്ഞില്ല. വേറെ ഒരുപാട് പരിഹാരങ്ങൾ വേറെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കടൽ തിരമാല, പിന്നെ സീ സൈഡ് സീ ഷോറിൽ ഫ്ലഡിങ് ഉണ്ടായിട്ട് അവിടെ അവരുടെ റെസിഡൻഷ്യൽ പ്ലേസ്, ഫാം ലാൻഡ്, കുടിവെള്ളം എല്ലാം സബ്മർജായിക്കൊണ്ടിരിക്കുന്നു. അതിന് കുറേ ഇപ്പോൾ മറ്റേ ഈ ചല്ലാനത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സമയം കിട്ടുമ്പോൾ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ സീവാൾ ട്രൈപ്പോഡ് എന്ന് പറയുന്ന ഒരു സീവാൾ സംവിധാനം അവർ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നും പ്രശ്നങ്ങളാണ് അവിടെ. അവർ വീട്ടിൽ അടുക്കളയിലൊക്കെ അവർ പാകം ചെയ്യുന്നത് പിന്നെ അവരുടെ അടുക്കളയിൽ കല്ലിട്ടിട്ട് ആ കല്ലിൽ കയറി നിന്നിട്ടാണ്. ടോയ്ലറ്റ് വിസർജനം മുഴുവൻ അവരെ മുറ്റത്തോട് ഒഴുകി നടക്കുന്നു. ഇത് തന്നെയാണ് പൈപ്പ് നിവാസികളിലെ. ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അത് പുറത്തേക്ക് വരുന്നു. പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ഒരുപാട് വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടാകുന്നു. ഡെങ്കി, പിന്നെ ടൈഫോയിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. അവർ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് കിടക്കും. അവരെ പിന്നെ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ വെക്കും. പിന്നെ ഒരു കൂട്ടർ അവർ കിടക്കുന്നത് ഇത് ആലപ്പുഴയാണ്. അതിൻ്റെ ആ തീരത്തുള്ള റോഡുണ്ട്. ആ റോഡ് കുറച്ച് എലിവേറ്റഡാണ്, അതായത് ഗ്രൗണ്ടിൽ നിന്നിട്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പം അവർ ഈ വെള്ളം കയറുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഇവർ കട്ടിലും അവരെ കിടക്കുക ഉപകരണങ്ങളൊക്കെ എടുത്തിട്ട് നേരെ റോട്ടിലേക്ക് പോകും. എന്നിട്ട് റോട്ടിലാണ് അവരുടെ ദിനരാത്രങ്ങൾ കഴിച്ചു വിടുന്നത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. പക്ഷെ എല്ലാവരും തന്നെ ഇപ്പം ഈ പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാനായിട്ട് തയ്യാറാവില്ല കുറേ ആളുകൾ. അവരിത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല അവർ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സംഭവങ്ങൾക്ക്. അതിനൊക്കെ ഉള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വേണം? നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാം. നമ്മളെ നൈസർഗികമായിട്ടുള്ള പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുക. നമ്മളെ ഉപഭോഗത്തെ നമ്മൾ നിയന്ത്രിക്കുക. ഒരു 101 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അത് സംബന്ധമായിട്ട്. പേഴ്സണലി നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സമയം കിട്ടുമ്പോൾ ആലോചിച്ചാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഐഡിയകൾ നിങ്ങൾക്ക് തന്നെ വരാനുള്ളൂ. ഇതിപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട. പക്ഷെ അവർ ചെയ്യേണ്ട വേറെ കാര്യങ്ങളുണ്ട്, അത് അവർ തന്നെ ചെയ്യണം. ഇപ്പം നമ്മളെ ഈ കൊച്ചിയിലെ 32 കായൽ തുരുത്തുകൾ വെള്ളത്തിലാവുന്ന 2014 പിന്നെ സുഭാഷ് പാർക്ക് അതുപോലെ നേവൽ പിന്നെ എയർബേസ്, കംപ്ലീറ്റ് ബീച്ച്, ഫോർട്ട് കൊച്ചി ബീച്ച് ഇത് ഉൾപ്പെടെയുള്ളത് സബ്മർജാവും. ഇത് 2040 അടുത്ത 15 പിന്നെ 25 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നു എന്ന് ആരാ പറഞ്ഞേക്കണത്? IPCC. അതപ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അവരടുത്ത്. അതിപ്പം ഈ ഹൈറ്റൈഡ് സമയത്തൊന്ന് നമ്മളെ ഈ ഹൈറ്റൈഡ് ഉണ്ടാകുന്ന സമയത്ത് ക്വസ്റ്റ്യനുണ്ട്. ഞാൻ പറയാം ഇതാണ് സംഭവം. ഇതുമായിട്ട് എന്തായാലും അപ്പോൾ നമ്മൾ ഗ്രീൻ ലൈഫിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ സ്റ്റാർക്കസ്റ്റ് വാണിംഗ്. അതാണ് ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ആ വാണിംഗ് ഞാനൊരു ഇത് ഈ IPCC റിപ്പോർട്ട്, അത് ഞാൻ IPCC റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPCC റിപ്പോർട്ടേ ആ റിപ്പോർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഈ ഗ്രീൻ ലൈഫ് ശരിക്കും പറഞ്ഞ ഒരു ഇസ്ലാമിക സംസ്കാരമാണ്. ഒട്ടും തന്നെ നമ്മളൊക്കെ അതിനകത്ത് സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ റസൂൽ പറഞ്ഞല്ല, ഒരു ഒഴുകി പോകുന്ന പൊയ്കയാണ്, നദിയാണ്. ആ നദിയാണെങ്കിൽ നിങ്ങൾ മുങ്ങി കുളിക്കണ്ട. അത് നിങ്ങൾ ആവശ്യത്തിനുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് മാത്രം എടുക്കുക. ഒരു ഇത് കയ്യിൽ ഉള്ള ഒരു കുമ്പിൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ല നിങ്ങൾ ഒഴുകി പോണ പുഴയല്ലേ, അത് 2 കുമ്പിൾ എടുത്താൽ എന്താണ് എന്ന് കരുതുന്ന ഹദീസാണ്. എന്താ കാരണം വെച്ചാൽ അത് ഒരു സംസ്കാരമാണ് ഈ നമ്മൾ വളർത്താൻ അത് ഉദ്ദേശിക്കുന്നത്. അതല്ല അരവയറ് കഴിക്കുക, അരവയറ് പിന്നെ ബാക്കി കാൽവയറ് വെള്ളം കുടിക്കുക, കാലിയാക്കിയിടുക. ഇതൊക്കെ തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എന്താണ് ഈ ഗ്രീൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇത് IPCC പറഞ്ഞിരിക്കുന്നു. മറ്റേത് നമ്മൾ ഇസ്ലാമിൻ്റെ അധ്യാപനത്തിൽ മദ്രസയിലും അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ഇസ്ലാമിക സാഹിത്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. IPCC പറഞ്ഞുകൊണ്ട് നമുക്കത് തള്ളാൻ പറ്റില്ല. അതല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും
ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന ഫാക്റ്റാണത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോവുക. നമ്മൾ അതായത് മിതത്വമുള്ള ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക. നമ്മളൊന്നും ഇവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നില്ലല്ലോ, എത്രയൊക്കെ കൊല്ലം ഇനി ജീവിക്കും, ഒരുപാട് തലമുറകൾ ഇനി ഇവിടെ വരാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറണം എന്ന് പറയുന്നത് ആരാണ്? IPCC. അതാണ് പറയുന്നത്. അപ്പോൾ അതും ഇസ്ലാമിൻ്റെ അതുപോലെ സ്റ്റാർക്കസ്റ്റ് വാണിംഗ്, ഇന്ന അൻസർനാക്കും അദാബൻ ഗരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമതു യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ഒരു അലർട്ട് വാണി വിശുദ്ധ ഖുർആൻ്റെ. ഇന്ന അൻസർനാക്കും അദാബൻ ഗരീബ, ഞാൻ നിങ്ങൾക്ക് അലർട്ട് തന്നിരുന്നില്ല, വാണി കരീബ. എങ്ങനെയാണ്? എന്ത് വാണിയായിരുന്നു? ഇന്ന അൻസർനാക്കും അത, വലിയ ഒരു നാശം നിങ്ങളെ സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു താക്കീത്, വലിയൊരു വാണി നിങ്ങൾക്ക് തന്നില്ലേ? പക്ഷെ ആ വാണിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ നിങ്ങൾ അവനിക്ക് തള്ളരുത്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമതു യദാഹു, ഇനി ഇത് നിങ്ങൾ കാണാൻ നിങ്ങളെ കൈകൾ പ്രവർത്തിച്ചത് കണ്ടില്ലേ? ഈ കയ്യിൽ പ്രവർത്തിച്ചത് ഇത് തന്നെയാണ് IPCC പറഞ്ഞിരിക്കുന്നത്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഇതാണ് കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടക്കും. പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താണ്? യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. അവരാ സമയത്ത് നിസ്സാരമായിട്ട് പറയും, ഞങ്ങൾ ഈ അവസ്ഥയിൽ ഇല്ലാതായിപ്പോയി, നിങ്ങൾക്ക് അത് പൈച്ചിട്ടുണ്ടാവില്ല എവിടെയെങ്കിലുമൊക്കെ. ഖുർആനിലെ ഖുർആനിൽ ഞങ്ങൾ മരിച്ചു മണ്ണായി പോയിരുന്നെങ്കിൽ എന്ന് അവർ ഈ ദുരന്തമുഖത്ത് പറഞ്ഞു പോകുന്നു ഖുർആൻ പറയുന്നു. ഇന്നിപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്താ പറഞ്ഞത്. അപ്പോൾ ഇനി ചോദ്യോത്തരമുണ്ട്, ഇനി ഉണ്ടട്ടെ. ഞാൻ തൽക്കാലം ഇപ്പോൾ ഖുർആൻ ഉദ്ധരിക്കുന്നില്ല, ഞാൻ ഞാൻ നോട്ട് ചെയ്തൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല, കേൾക്കേണ്ടതാണത്. അപ്പോൾ എൻ്റെ തൽക്കാലം ഈ വിഷയാവതരണം എവിടേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ നിർത്തേണ്. ഞാൻ അന്ന് സമയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് സമയം തികയില്ല, എന്നാലും നോക്കാം. ഇത് ചോദ്യം.